ഞായറാഴ്ച എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചേച്ചിയും പിള്ളേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടായിട്ട് ഞങ്ങൾ അച്ഛമ്മയുടെ വീടിൻ്റെ വഴിയിൽ അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ജോലിക്ക് പോയിട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകണം. ഉണ്ണിക്കുട്ടൻ അമ്പാടിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവിടെ ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെ കളിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ അവർ. ഞങ്ങൾ ഇടയ്ക്ക് അച്ഛമ്മയുടെ വീട്ടിലിങ്ങനെ കൂടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ചേച്ചിയുടെ അടുക്കി പോകും. അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ മുടക്കുള്ള ദിവസങ്ങളിൽ ചെയ്യാറ്. അതല്ലെങ്കിൽ വീട്ടിലിരിക്കും. അങ്ങനെ ഇതാ ഉണ്ണിക്കുട്ടമ്പാടിയുടെ കൈയൊക്കെ പിടിച്ച് സേഫായിട്ട് നടക്കുന്നുണ്ട്. അപ്പടി കല്ലാണ് കേട്ടോ റോട്ടിൽ. ഒരു ചെറിയൊരു കയറ്റം പോലെ ഉണ്ട്. പിന്നെ ഇതാ ഞാൻ ഈ നിൽക്കണ അതിൻ്റെ ബാക്കിലൊരു മല കാണുന്നില്ല, അതാണ് മണിക്കുന്നുമല. അവിടെ കൊല്ലത്തിലെ ഒരു ചെറിയൊരു വിശേഷ ദിവസമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ മല കയറിയിട്ടൊക്കെ ആൾക്കാരങ്ങനെ പോവാറൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, എന്നാൽ പോകാൻ പറ്റാമെന്ന് അറിയൂല കേട്ടോ. പിന്നെ ഇത് നമ്മൾ പോണ വഴിയിലുള്ള ഒരു റബ്ബറും തോട്ടത്തിൽ ഉള്ള ഒരു ഇതാണ് കേട്ടോ. ഒരു പൂവാണ് അത്. ആ തോട്ടം നിറച്ചുണ്ട്, കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ഞാൻ നമ്മുടെ പാടത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അത്, ഈ ഒരു പൂവ്. പിന്നെ അതായത് നമ്മൾ അമ്പാടി ഒക്കത്ത് കയറി അട്ടേനെ പേടിച്ചിട്ട് ഉണ്ണിക്കുട്ടൻ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഒരുവിധം നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലേക്ക് എത്തി. ഉണ്ണിക്കുട്ടൻ്റെ അമ്പാടിയിട്ടൊക്കെ ഡ്രസ്സ് മാറ്റിച്ചു. കാരണം നമ്മൾ തിരിച്ച് വൈകുന്നേരം ബസ്സിനാണ് പോണത്. അപ്പോൾ ഇട്ട ഡ്രസ്സ് ഇട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഷിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പുളിമരത്തുമ്മ ഒരു ഉള്ള പൂവാണ് കേട്ടോ അത്. ഫ്രണ്ടിൽ തന്നെയാണ് ആ പുളിമരം. അതിൻ്റെ അവിടെ ഒരു പാറയുണ്ട് കേട്ടോ, നല്ല രസമാണ് അവിടെ ഇരിക്കാനൊക്കെ. പിന്നെ ഇതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വയലാണ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാട് പോലെയാണ് കിടക്കാറ്. ഇപ്പം ഇത്തിരി ഒന്ന് ഇങ്ങനെ ആ കാടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് മരുന്നൊക്കെ അടിച്ചിട്ട്. പിന്നെ അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടിലേക്ക് എത്തും കേട്ടോ. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ തോട്ടിലത്തെ വെള്ളം ഓക്കെയാണ് കേട്ടോ. പിന്നെ അതായത് നമ്മുടെ വീട്ടിലുള്ള കാപ്പിയാണ്. 2-3 ചെടി കാപ്പി ഇവിടെ ഉണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ബട്ടർ ഫ്രൂട്ട് ഉണ്ട്, ബട്ടർ ഫ്രൂട്ട് അവക്കാട ഉണ്ട്, പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പ്ലാവ്, മാവ്, അങ്ങനെ ഉള്ള അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ അട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലയില്ലേ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ആ ഇലയും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിന് പറിച്ചുകൊണ്ട് പോകണമെന്ന്, പക്ഷെ മറന്നു പോവുകയാണ് ചെയ്യാറ്. പിന്നെ എന്താ ഞാൻ തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ശരിക്കും പറയാൻ വെച്ചാൽ നല്ല കാടാണ് ഉണ്ടാവാറ്. മരുന്നടിച്ച കാട്ടിൽ ഇങ്ങനെ കരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അതെ ഞാൻ പോണ കണ്ടിട്ട് എൻ്റെ മോനും ചേച്ചിയുടെ മോനും അവിടെ നിന്ന് ഓടി വരുന്നിട്ടുണ്ട് പിന്നാലെ. തോട്ടിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നത് കേട്ടോ. നമ്മുടെ ഈ തോടിൻ്റെ അവിടെ തന്നെ ഒരു വലിയൊരു പാറയുണ്ട് കേട്ടോ. പിന്നെ തോട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ തോട്ടിലൊക്കെ വന്നിട്ട് അലക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സുഖമാണ് തോട്ടിലൊക്കെ വന്ന് അലക്കാൻ. നമ്മൾ നോർമൽ പോയിട്ട് കല്ലുമ്പിട്ട് അലക്കണതിന് നല്ലത് കൂടി നിന്നിട്ട് അലക്കാൻ വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ് ഊരി പിഴിയാനൊക്കെ. പിന്നെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം മഴയൊന്നും ഇത്തിരി കുറഞ്ഞ കാരണം വെള്ളമൊക്കെ ഇത്തിരി കുറവാണ് കേട്ടോ. അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് വന്നൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വന്നതാണ് കേട്ടോ എൻ്റെ മോന്. പിന്നെ ചേച്ചി വന്നു. പിന്നെ അവർ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി കുറച്ച് നേരം കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രൗസറൊന്നും നനയ്ക്കേണ്ട, വേറെ ട്രൗസറൊന്നും നിർത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ആൾ. പിന്നെ അവർ വെള്ളത്തിൽ കല്ലൊക്കെ പെറുക്കിയിടലൊക്കെ തുടങ്ങി. മണൽ അങ്ങനെ വരും കേട്ടോ ഇതിൽ കൂടെ, ഈ തോട്ടിൽ കൂടെ. അപ്പോൾ മണലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചൊക്കെ കോരിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമെന്നാണ് അമ്മ പറയാറ്, എനിക്കറിയില്ല തോട്ടിയിലത്തെ വെള്ളം. പിന്നെ ഞങ്ങളെ കാണാണ്ടായപ്പോൾ എൻ്റെ താഴെയുള്ള മോന് ചേച്ചിയുടെ മൂത്ത ആളും കൂടിയിട്ട് വരാൻ കേട്ടോ. വെള്ളത്തിൽ കളിക്കാനുള്ള ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ് 4 പേരും. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ നിന്നു, വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാൻ നേരം ചേച്ചി ഒരു കല്ലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ ആ ഒരു ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്, ചവിട്ടി പോകണോടത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മരത്തിൻ്റെ ചെറിയൊരു ചില ഞാനും എടുത്തിട്ടുണ്ട്. നമുക്കത് അടുപ്പൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അത്ര തന്നെ. പിന്നെ അതായത് ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി. പിന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലത്തെ പാറയമ്മ ഇരുന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഉണ്ണിക്കുട്ടനും നീവിയൊക്കെ അവിടെ കളിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറി കേട്ടോ. മഴ തുടങ്ങിയപ്പോൾ ആറും നീവിയൊക്കെ ഫോൺ കാണാൻ തുടങ്ങി. എൻ്റെ മോനും ചേച്ചിയും ഒക്കെ അവിടെ
വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അച്ഛമ്മ ദാ അവിടെ പുതച്ച് മൂടിയിട്ടും ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ള പൂച്ചയാണ് കേട്ടോ. പൂച്ചയുടെ കുട്ടിയാണ്. 3 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരാളെ കാണാനുള്ള നിലവിൽ. പിന്നെ അതായത് ഞങ്ങളൊരു 3 മണിക്ക് ആവാറായപ്പോൾ ചോറുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ വന്ന സമയത്ത് കപ്പയും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 മണിയായി ചോറുണ്ണുമ്പോൾ ബീഫ് ഉണ്ടായിരുന്നു, കടുമാങ്ങ അച്ചാറ്, കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. പിള്ളേരൊക്കെ ഒരു സൈഡിൽ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പാടി ഇതാ തന്നെ ചോറ് തിന്നുന്നുണ്ട്. അപ്പോൾ ആ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിക്ക് ആവാറായപ്പോൾ ഞങ്ങൾ അവിടെ ഡ്രസ്സൊക്കെ മാറി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇനി എനിക്ക് കുടുംബശ്രീയിലും കൂടി കയറിയിട്ട് വേണം പോകണമെങ്കിൽ. ഞാൻ 2-3 മാസമായി കുടുംബശ്രീയിൽ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാനുണ്ട്, പിന്നെ ഒപ്പിടാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബസ് കയറി വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പോണ കാരണം ഇതാ അച്ഛമ്മയും അമ്മായിയും പിള്ളേരൊക്കെ അവിടെ നിന്നിട്ട് നമ്മളെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ വലിയ മഴയില്ല താനും. അപ്പോൾ ഞങ്ങളൊരു വിധം ആ ഒരു ഭാഗത്ത് നിന്ന് കടന്ന് റോഡിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടൻ എന്താ ചാടി ചാടി ഓടി എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതാമ്പാടി ഒപ്പം നടക്കുന്നുണ്ട്. ആ മണിക്കുന്നുമലയുടെ അവിടുത്തെ ഇതാണ് കേട്ടോ. മഞ്ഞിങ്ങനെ കയറി കയറി കോടങ്ങനെ കയറി കയറി പോണത് നല്ല രസമാണ് കാണാൻ. ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് അതുമായി പൊരുത്തപ്പെട്ട് വരാൻ ഇപ്പോഴും ആയിട്ടില്ല, അതാണ് പ്രശ്നം. ഉണ്ണിക്കുട്ടൻ അമ്പാടി കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ കുടുംബശ്രീ കൂടുന്ന വീട്ടിലേക്ക് എത്തി. നമ്മൾ പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തു, സൈനൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ നമ്മളെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. നമ്മുടെ ഇവിടെ ഒരു അംഗനവാടി ഉണ്ട് കേട്ടോ. നമ്മളിവിടെ താമസിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അംഗനവാടിയിലായിരുന്നു അമ്പാടീനെ ചേർക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ഇത്തിരി നീങ്ങിയ കാരണം അവിടുത്തെ അംഗനവാടിയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇത് മാസത്തിലൊരിക്കലും മലയാള മാസം മാത്രം തുറക്കണ അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിലേക്കാണ് ഞാൻ വരാറ്. പിന്നെ ബസ് വരുന്നുണ്ട് കേട്ടോ, അകലേന്ന് തന്നെ ബസ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ഉണ്ണിക്കുട്ടൻ്റെ താറ്റിയൊക്കെ തരുന്നു. അമ്പാടി നോക്കുന്നതാണ് അവൻ പറയണത് കേട്ടോ. അപ്പോൾ അമ്പാടി വേറെ സ്ഥലത്തേക്കാണ് നോക്കണത്, പിന്നെയാണ് ആൾ ഫോണിലേക്ക് നോക്കണത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി 2 പാക്കറ്റ് ബിങ്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.